ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാടൻ വിഭവമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചമ്മന്തി കൊഴുക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. അതിനായി നമ്മൾ പത്തിരിക്കും നൂൽപ്പിട്ടിനും ഒക്കെ അരിപ്പൊടി കുഴച്ചെടുക്കുന്ന രീതിയിലാണ് കുഴച്ചെടുക്കുന്നത്. അതിനായി ഒരു കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചൂടുവെള്ളം നമുക്ക് അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കാം. പത്തിരിക്കും നൂൽപ്പിടിനും കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. നിങ്ങൾ ഏത് രീതിയിലാണോ കുഴയ്ക്കുന്നത് ആ രീതിയിൽ എടുക്കാം കേട്ടോ. കുഴക്കട്ടയ്ക്കുള്ള മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അത് ചെറിയ ഉരുളകളായിട്ട് എടുത്ത് നമുക്ക് കുഴക്കട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചെറിയ കുഞ്ഞു ഉരുളയാക്കിയിട്ട് അതിൻ്റെ നടുവിലൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലാണ് കുഴക്കട്ട തയ്യാറാക്കുന്നത്, നമ്മൾ പിടിയൊക്കെ തയ്യാറാക്കുന്ന പോലെ. അപ്പം എൻ്റെ കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. സ്റ്റീമറിൽ ഒരു 10 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പം നമ്മൾ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 1/2 മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഉണക്കമുളക്, 2 ചെറിയുള്ളി, 1 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചമ്മന്തി പരുവത്തിൽ അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് ഒരു 2 മിനിറ്റോളം നമുക്കിത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ ചമ്മന്തി ഇതിൻ്റെ അകത്ത് തീയിലൊന്ന് ചൂടായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കുഴക്കട്ട ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചമ്മന്തി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുഴക്കട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റോളം മീഡിയം തീയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി കുഴക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.